വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിൽ ബി സ്റ്റാർട്ടിംഗ് ദ ഫസ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, നോട്ട് ഓൺ ഹൗ ദ സിസ്റ്റം ഗോട്ട് ദെയർ. അതായത് കറണ്ട് സ്റ്റേറ്റിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്: ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇതെല്ലാം ഇതിനൊരു പെക്യുലാരിറ്റി എന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ ദ കറണ്ട് സ്റ്റേറ്റ് ആണ്. അതിന് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തതിനെ കുറിച്ച് നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രോസസ് ഓർ ദ പാത്ത് ടേക്കൺ. അതായത് ഏത് പ്രോസസ്സ് വഴിയാണോ അല്ലെങ്കിൽ ഏത് പാത്ത് വഴിയാണോ എന്നുള്ളത് നമ്മളങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല. ആൻഡ് തേർഡ് പോയിൻ്റ്, ഒരു സിഗ്നിഫിക്കൻസ് അല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷനെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തായാലും എൻട്രോപ്പി എന്നൊക്കെ പറയുമ്പോൾ HMS എന്നൊക്കെ നമ്മൾ ക്യാപിറ്റൽ അല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ഓൺ എ സ്പെസിഫിക് പ്രോസസ് ഓർ പാത്ത് ടേക്കൻ ടു ഗോ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് ഏതാണ് അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ പാത്ത്, അതിനെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും പാത്ത് ഫംഗ്ഷൻ ഉള്ളത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹീറ്റും വർക്കും ഒക്കെയാണ്. അത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫിക് to the process or path which take place from one state to another. Okay, in the basic categorization അല്ലെങ്കിൽ characteristics എന്ന് പറയുമ്പം ഡിപ്പെൻഡ് ഓൺ ഹൗ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട്. ഒരു പ്രോസസ്സ് തന്നെ എങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്തത് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പാത്ത് ഫംഗ്ഷനായ ഹീറ്റിൻ്റെ വർക്കിൻ്റെ വാല്യൂസൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, cannot be defined for a state alone. It is defined only for a process. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളതിനെ ലോവർ ലെറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ, സ്മോൾ ക്യൂ, ഡെൽറ്റ W അല്ലെങ്കിൽ സ്ലാഷ് സിമ്പിൾസിലൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ഇറ്റ്സ് കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ബൈ വിച്ച് ദ സിസ്റ്റം റീച്ച് ദാറ്റ് സ്റ്റേറ്റ്. നമ്മളിപ്പം ഡിഫൈൻ ചെയ്തിരുന്നത് എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ആദ്യത്തെ പോയിന്റ്. കമ്മിങ് ടു ദ പാത്ത് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സ്പെസിഫിക് പാത്ത് ഓർ പ്രോസസ് ബൈ വിച്ച് സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോസസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പാത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പാത്ത് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് ഡിഫറൻസ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഡിസ്ക്രൈബ് ദ കറണ്ട് കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി ആൻഡ് ഗിവ്സ് ഫ്രീ എനർജി. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ദ എനർജി ട്രാൻസ്ഫർ ഓർ വർക്ക് ഡൺ ഡ്യൂറിങ് എ പ്രോസസ്. അതായത് ഹീറ്റ് ആഡഡ് അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ്ഡ്, വർക്ക് ഡൺ ബൈ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പാത്ത് ഫംഗ്ഷനിൽ വരുന്നത്. കമ്മിങ് ടു എ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് വർക്ക് ഈസ് എ പാത്ത് ഫോർ റിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷൻ. സെക്കൻഡ്, ഇറിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷൻ യൂസിങ് ഐഡിയൽ ഗ്യാസ് ആസ് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വർക്ക് എന്ന് പറഞ്ഞ പാത്ത് ഫംഗ്ഷനാണ്. അത് പ്രൂവ് ചെയ്യാനുള്ള രണ്ട് കേസസാണ് തന്നിരിക്കുന്നത്: റിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷനും ഇറിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷൻ. ഈ രണ്ട് കേസസാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ യു വിൽ ബി സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് എന്താണ്? ഐഡിയൽ ഗ്യാസിനെയാണ് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ രണ്ട് കേസിലും പാത്ത് ഫംഗ്ഷനാണ് വർക്ക് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ ആൻ എക്സ്പാൻഷൻ ഓപ്പറേഷൻ. അതായത് ഒരു ഗ്യാസ് V1 എന്നുള്ള വോളിയത്തിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് കൂടുകയാണ്. ഓക്കെ, V2ലേക്ക് കൂടുകയാണ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു കേസിൽ എക്സ്റ്റേണൽ പ്രഷർ ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിരിക്കും കമ്പയറിങ് ടു ഇൻറ്റേർണൽ പ്രഷർ. അതായത് ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ് ഈ ഒരു ഓപ്പറേഷൻ എക്സ്പാൻഷൻ നടക്കുന്ന V1 നിന്ന് V2 എന്നെങ്കിൽ ഇൻറ്റേർണൽ പ്രഷർ, അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ പ്രഷർ ഹൈയും എക്സ്റ്റേണൽ പ്രഷർ വളരെ സ്മോളും ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ദ ഗ്യാസ് വിൽ എക്സ്പാൻഡ് വെരി സ്ലോലി. അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അലോയിങ് ദ ഗ്യാസ് ടു എക്സ്പാൻഡ് കോസി സ്റ്റാറ്റിക്കലി എന്ന് വെച്ചാൽ വളരെ സ്മോൾ ആയിട്ടായിരിക്കും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷന് മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് W, അതായത് വർക്ക് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ അതിനെയാണ് W റിവ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് WREV = മൈനസ് ഇൻ്റഗ്രൽ V1 to V2 P int dV. അതിൽ P int എന്ന് വെച്ചാൽ പ്രഷർ ഇൻറ്റേർണൽ ആൻഡ് dV എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന വോളിയം ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. V1 നിന്ന് V2ലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് V1 to V2, അതായത് വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു. P int എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ പ്രഷർ, dV എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പം ഒരു ഗ്യാസ്
എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഡി വി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനറൽ ഇക്വേഷനിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലോ അറിയാം, പി വി സിക്കൽ ടു എൻ ആർ ടി. പി ഇൻറ്റിനും പകരം എൻ ആർ ടി ബൈ വി എന്ന് നമുക്ക് എഴുതാം. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ പി വി സിക്കൽ ടു എൻ ആർ ടി, അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പി ഇൻറ്റ് ഇസിക്കൽ ടു എൻ ആർ ടി ബൈ വി എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് പി ഇൻറ്റിനും പകരം എൻ ആർ ടി ബൈ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് ഡബ്ല്യു ആർ ഇ വി ഇസിക്കൽ ടു എൻ ആർ ടി എൽ എൻ വി ടു ബൈ വി വൺ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് അവസാനത്തെ ആൻസർ കിട്ടുന്നത്. ദസ് ദ ഫൈനൽ ഇക്വേഷൻ ഡെപിക്ട്സ് ദ പാത്ത്, അതായത് വർക്ക് ആർ ഇ വി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാത്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. അഡയബാറ്റിക്കോ ഐസോബാറിക്കോ പ്രോസസ്സൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻസിന് മാറ്റം വരാം. കമ്മിങ് ടു ദ സെക്കൻഡ് കേസ്, അതായത് ഇറിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുമ്പം ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന കേസാണ് നമ്മളെല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഭയങ്കര സഡൻ ആയിരിക്കും. ഓഫൺ എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേണൽ പ്രഷർ നോട്ട് നെസസറിലി ഈക്വൽ ടു ദ ഇൻറ്റേർണൽ ഗ്യാസ് പ്രഷർ. ഇതാണ് ഇറിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷനിൽ നടക്കുന്നത്. അപ്പോൾ ഡബ്ല്യു ഐ ആർ ആർ എന്ന് പറയുന്ന ഇറിവേഴ്സിബിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻ ടു വി ടു മൈനസ് വി വൺ. ഇറ്റ് ഈസ് ഓൾസോ എ റെപ്രസെൻറ്റേഷൻ ഓഫ് പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഓവറോളായിട്ട് പറയാൻ പറ്റുന്ന വർക്ക് എപ്പോഴും ഒരു പാത്ത് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ ഈവൻ ഇഫ് ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ് ആർ സെയിം. Therefore, work cannot be a state function. Since the value of work depend on the path taken, work is a path function. അപ്പോൾ എപ്പോഴും വർക്ക് ഇറിവേഴ്സിബിൾ ആണെങ്കിലും റിവേഴ്സിബിൾ ആണെങ്കിലും ഇറ്റ് ഈസ് ഓൾവേസ് എ പാത്ത് ഫംഗ്ഷൻ. അതിൻ്റെ റീസൺ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന 3 പോയിന്റിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്മിങ് ടു എ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് ഫ്ലോ പ്രോസസ്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വാട്ട് ഡു യു മീൻ ബൈ ഫ്ലോ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ട രീതിയാണ് ഇനിയുള്ള സ്ലൈഡിൽ കാണുന്നത്. എ ഫ്ലോ പ്രോസസ് ഇൻവോൾവ് ഫ്ലൂയിഡ് എൻട്രിങ് ആൻഡ് ലീവിങ് എ കൺട്രോൾഡ് വോളിയം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. പൈപ്പിൻ്റെ ഒരു വശത്തൂടെ വെള്ളം എൻ്റർ ചെയ്യുന്നു, മറുവശത്തൂടെ ലീവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വേറെ പറയാൻ പറ്റുന്നത് പമ്പ് പറയാം, ടർബൈൻസ് പറയാം. അതൊക്കെ ഫ്ലോ പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ ഒരു പെക്യുലാരിറ്റി ഉണ്ട്. നമുക്ക് അതിൻ്റെ അസംഷൻസിലേക്ക് വരാം. അതിൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുമ്പം നോ അക്യുമുലേഷൻ ഓഫ് മാസ് ഓർ എനർജി വിത്തിൻ ദ കൺട്രോൾഡ് വോളിയം. ആ കൺട്രോൾഡ് വോളിയം ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മാസോ എനർജിയോ ഒന്നും അക്യുമുലേറ്റ് ചെയ്യില്ല. രണ്ടാമത്തെ എന്ന് പറയുമ്പം കണ്ടീഷൻസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഒരു അസംഷൻ വെച്ചിട്ടാണ് നമുക്ക് ഫ്ലോ പ്രോസസ്സിനെ പറയാൻ പറ്റുന്നത്. ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു പൈപ്പ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുവാണ്. ആ ഫ്ലോ ചെയ്യുന്ന വെള്ളം ത്തിലുള്ള മാസസ് ഒന്നും ആ പൈപ്പിൽ അക്യുമുലേറ്റ് ചെയ്യത്തില്ല. ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഉള്ള കണ്ടീഷൻസ് വ്യത്യാസം വരില്ല എന്നാണ് അസംഷനിൽ പറയുന്നത്. ജനറലി നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൽ മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എനർജി വിത്തിൻ ദ കൺട്രോൾഡ് വോളിയം ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഓവർ ടൈം ആൻഡ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണ്ടീഷൻസ് ആർ ഓൾവേസ് സ്റ്റഡി, അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ അസംഷൻസിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ കമ്മിങ് ടു ദ എനർജി ഫോം ഓഫ് ഫ്ലോ. എനർജി ഫോം ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു കൺസിഡറേഷനാണ് ഇതിൽ വരേണ്ടത്. നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഓൾറെഡി ഫെമിലിയർ ആണ്. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് യു പ്ലസ് പി വി പ്ലസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് ജി ഇസഡ് ഈക്വൽ ടു എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 പ്ലസ് ജി ഇസഡ്. ഇതെന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു ജനറൽ ഫോമാണ്. അതിൽ ഓരോ ടേം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഇൻറ്റേർണൽ എനർജി യുവും സി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയും ജി ഇസഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയും പി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡണ്ണുമാണ്. അപ്പോൾ ഇത് ബെർണോളിസ് ഇക്വേഷൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ ടോട്ടൽ എനർജി എൻട്രിങ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണിക്കേണ്ടത്. അതിൽ യു പ്ലസ് പി വി എന്ന് പറയുന്ന കാര്യം ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് എനർജി ഫോം എന്ന് പറയുമ്പോൾ എപ്പോഴും ബെർണോളിസ് ഇക്വേഷനിൽ വെച്ചിട്ടാണ് ഫ്ലോ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ബെർണോളിസ് ഇക്വേഷൻ വി ആർ ഫെമിലിയർ ഓൾറെഡി. അത് നമ്മൾ ഫ്ലോ പാറ്റേൺ ഒക്കെ പഠിക്കുന്ന സമയത്ത്, ലാമിനാർ ടർബുലൻ്റ് ഒക്കെ പഠിക്കുന്ന സമയത്തും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്ലോ ത്രൂ എ പൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്യുക. കമ്മിങ് ടു എ ന്യൂ ടോപ്പിക്, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അതായത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ എനർജി വെച്ച് നമ്മൾ പറയേണ്ടി വരും. അതായത്
റേറ്റ് ഓഫ് എനർജി എൻ്റർ ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എനർജി ലീവിങ് ദ സിസ്റ്റം. ഇപ്പോൾ ഒരു കൺട്രോൾഡ് വോളിയം തന്നിട്ടുണ്ട്, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ വാട്ടർ എൻ്റർ ചെയ്യുന്നു സിസ്റ്റത്തിൻ്റെ അകത്തൂടെ. അതേ സമയത്ത് സെയിം വോളിയം തന്നെ സിസ്റ്റത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ എക്സിറ്റ് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷനാണ് താഴെ കാണിച്ചിരിക്കുന്നത്. Q-WS എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വിൽ സ്റ്റഡി വാട്ട് ഈസ് Q. Q is the heat transfer rate. അത് ജനറലി ജൂൾസ് പെർ സെക്കൻഡിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ആണ് ഇതിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് ടേം ഈസ് WS എന്ന് പറയുന്നത് ഷാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൽ വർക്ക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വർക്കാണ് ഇതിൽ വരുന്നത്. ടർബൈനോ കംപ്രസറോ പമ്പോ ഒക്കെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ആൻഡ് എം ഡോട്ട് എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റും H2 - H1 എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പിയാണ്. H എന്ന് പറയുന്നത് U+PV ആണെന്ന് അറിയാം. H2 - H1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പിയാണ്. PV എന്ന് പറയുന്നത് ഫ്ലോ വർക്കാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. U+PVയിലെ PVനെയാണ് ഫ്ലോ വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും C2² - C1² / 2 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. C1 C2 എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആണ്. അതുപോലെ തന്നെ Z2 - Z1 എന്ന് പറയുന്നത് എലിവേഷൻ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ട് ഹൈറ്റിലല്ലേ പൈപ്പിൽ കൂടെ ഫ്ലോ ഇന്നും ഫ്ലോ ഔട്ടും നടക്കുന്നത്. ആ എലിവേഷനാണ് Z1 Z2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. G ഈസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇത്രയും ടേംസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളെ ഈ ജനറൽ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഇക്വേഷനാണ് പ്രിവെയിലിംഗ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇമേജ് നോക്കുക, ഓരോ ടേംസ് എവിടെയാണെന്നുള്ളത് നോക്കുക. ഇൻലെറ്റ് ഔട്ട്ലെറ്റും അതിൻ്റെ അകത്തുള്ള വർക്ക് ഡണ്ണും ഹീറ്റ് ട്രാൻസ്ഫറും ഒക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കമ്മിങ് ടു എ ന്യൂ ക്വസ്റ്റ്യൻ. അത് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഡ്യൂറിങ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിൽ ഗ്യാസ് ഇസ് 0. ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഐഡിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ചെയ്യുന്നത് 0 ആണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഫ്രീ എക്സ്പാൻഷൻ. ഒരു ഗ്യാസ് എക്സ്പാൻഡ് ഇൻ വാക്യൂം ആവുകയാണെങ്കിൽ നമുക്കതിനെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാം. അതായത് ഫ്രീ എക്സ്പാൻഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഗ്യാസ് എക്സ്പാൻഡ് ഇൻ ടു എ വാക്യൂം. അതായത് അഗെയിൻസ്റ്റ് സീറോ എക്സ്റ്റേണൽ പ്രഷറിൽ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ഇൻ വാക്യൂം ആണെങ്കിൽ അതിനെ നമുക്ക് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാം. ഈ ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് നോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. മാത്തമാറ്റിക്കലി നമുക്ക് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ΔU = Q - W ആണ്. ΔU എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എനർജി, Q എന്ന് വെച്ചാൽ ഹീറ്റ് ഫ്ലോ ആൻഡ് വർക്ക് എന്ന് പറയുന്നത് Wയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രീ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഹീറ്റ് ഫ്ലോ = 0 ആണ്. അതായത് അഡയബാറ്റിക് കണ്ടീഷനാണ് ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അഡയബാറ്റിക് കണ്ടീഷനിലായിരിക്കും ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്നത്. സിൻസ് നോ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ്, നോ വർക്ക് ഈസ് ബീൻ ഡൺ. ഈ 3 കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. ഇതിൽ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ, Q = 0 അതായത് അഡയബാറ്റിക് കണ്ടീഷൻ, ആൻഡ് നോ വർക്ക് ഈസ് ഡൺ അതായത് നോ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ആണ് ഈ ഒരു കണ്ടീഷൻ. നോ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ആൻഡ് നോ വർക്ക് ഈസ് ബീൻ ഡൺ. ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. കമ്മിങ് ടു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, നമുക്ക് W = നമ്മൾ ഓൾറെഡി ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. W = -V1 to V2 P external × dV. നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ്റെ ഇക്വേഷനായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഫ്രീ എക്സ്പാൻഷൻ നടക്കുമ്പോൾ W = 0 ആൻഡ് P external = 0 എന്നുള്ള കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലി തെർമോഡൈനാമിക്സിൽ 3rd മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഗോ ത്രൂ ദി ഇക്വേഷൻ ആൻഡ് ഗോ ത്രൂ ദി കൺസെപ്റ്റ്. ആൻഡ് ദിസ് ഇസ് ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.